ഹായ് ഹലോ. നമ്മളിന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റോളിംഗ് മോഷനിലെ ഒരു പ്രോബ്ലമാണ്. റോളിംഗ് മോഷൻ. ഓക്കെ, നമ്മുടെ റൊട്ടേഷണൽ മോഷനിലത്തെ ഫൈനൽ ടോപ്പിക്കാണ് റോളിംഗ് മോഷൻ എന്ന് പറയുന്നത്. അപ്പം റോളിംഗ് മോഷനിൽ രണ്ട് കാര്യങ്ങൾ അഡീഷണലായിട്ട് വരുന്നുണ്ട്. ട്രാൻസ്ലേഷണൽ മോഷനും അതേപോലെ തന്നെ എന്ത് മോഷനും, റൊട്ടേഷണൽ മോഷനും. അപ്പോൾ ഒരു റോളിംഗ് ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ഒരു നിശ്ചിത ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ വെലോസിറ്റിയിൽ അലോങ് ഇറ്റ്സ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ രണ്ട് പർപ്പസും ഒറ്റ ടൈമിൽ നടക്കുന്ന സംഗതിയാണ് റോളിംഗ്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ആസ് ഷോൺ ഇൻ ദ ഫിഗർ, എ റോഡ് ഓഫ് മാസ് എം ആൻഡ് ലെങ്ത് ആർ ഇസ് ഫിക്സ്ഡ് ടു എ റിംഗ് ഓഫ് സെയിം മാസ് ആൻഡ് റേഡിയസ്. അതായത് എം മാസും 6 ലെങ്ത്തുള്ള ഒരു റോഡ്, 6 റേഡിയസ് ഉള്ളതും സെയിം മാസ് ഉള്ളതുമായിട്ടുള്ള ഒരു റിങ്ങിലേക്ക് ഈ കാണുന്ന രീതിയിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയുന്നത്? സിസ്റ്റം ഈസ് പ്ലേസ്ഡ് ഓൺ എ പെർഫെക്റ്റ്ലി റഫ് സർഫസ്. ഒരു പെർഫെക്റ്റ്ലി റഫ് സർഫസിലാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ കണ്ടീഷൻ എന്താ? പ്യുവർ റോളിംഗ് കണ്ടീഷനാണ്. പ്യുവർ റോളിംഗ് കണ്ടീഷൻ്റെ പ്രത്യേകത എന്താ? വി ഈസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക? ആർ ഒമേഗ. പ്യുവർ റോളിംഗ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ കണ്ടീഷൻ ആയിരിക്കും വരിക. ഓക്കെ, and is gently placed and the ring rotates. Find the velocity of the center of mass when the road becomes horizontal. റൊട്ടേറ്റ് ചെയ്യാൻ വിട്ട് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് റോൾ ചെയ്തിട്ട് എന്ത് ചെയ്തു? കുറച്ചൊരു ഡിസ്റ്റൻസ് ഫോർവേഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തിട്ട് റോൾ ചെയ്തിട്ട് റോഡ് എന്തിന് പാരലായി? ഹൊറിസോണ്ടൽ സർഫസിന് പാരലായി. അപ്പോൾ ആ സമയത്ത് ഉണ്ടാവുന്ന എന്താ ചോദിച്ചേക്കണേ? വെലോസിറ്റി ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് പറയാം. ഈ ഇതിൻ്റെ റിങ്ങിൻ്റെ സെൻറ്ററിൻ്റെ വെലോസിറ്റി അത് എത്രയാണെന്നാണ് ചോദിച്ചേക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നോക്കാം. ഇതൊരു റോളിംഗ് മോഷൻ ആണല്ലോ. അപ്പോൾ റോളിംഗ് മോഷൻ ആണെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്ത് സംഭവിച്ചു? ഈ റിങ് താഴേക്ക് വരുമ്പോൾ എന്ത് സംഭവിച്ചു? ഈ റിങ്ങും റോഡും കൂടിയുള്ളൊരു സിംഗിൾ സിസ്റ്റം ഹാഫ് mv² എന്ന് പറയുന്ന വെലോസിറ്റിയിൽ മുമ്പിലോട്ട് ചലിച്ചു. അപ്പോൾ റിങ്ങും റോഡും കൂടിയുള്ളൊരു സിസ്റ്റം ഹാഫ് mv² എന്ന് പറയുന്ന ഒരു സംഗതിയിൽ മുമ്പിലേക്ക് ചലിച്ചു. യെസ്, അതിൽ റിങ്ങിനാണ് ഇത് വരുന്നത്? ട്രാൻസ്ലേഷൻ മോഷൻ വരുന്നത്. എന്നാൽ റോഡിന് അതില്ല. മനസ്സിലായോ? റോഡ് റിങ്ങിൻ്റെ കൂടെ മൂവ് ചെയ്ത് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. റിങ്ങിനാണ് അവിടെ എന്ത് വരുന്നത്? മെയിൻലി ട്രാൻസ്ലേഷൻ മോഷനും വരുന്നത്. അല്ലാതെ ഏതിനതില്ല? റോഡിൻ്റെ കേസിന് അതില്ല. ഇനി റോഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നുണ്ട്? ഈ റിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് മാസിന് അക്രോസ് ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? റോഡ് എന്ന് പറയുന്നത് ഈ സെൻറ്റർ ഓഫ് മാസിന് അക്രോസ് ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം റിങ്ങും എന്ത് ചെയ്യുന്നുണ്ട്? ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം ഹാഫ് mv² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിങ്ങിൻ്റെ ഫോർവേഡ് ട്രാൻസ്ലേഷൻ മോഷൻ പ്ലസ് റിങ്ങിൻ്റെ i ω² പ്ലസ് റോഡിൻ്റെ i ω². മനസ്സിലായല്ലോ? ഓക്കെ, യെസ്. ഇത്രയും 3 ചേഞ്ചസ് ഉണ്ടായി ആണല്ലോ. ഇത് വെറുതെ ഉണ്ടാവത്തില്ലല്ലോ. കാരണം ഒരു എനർജി മറ്റൊരു എനർജിയുടെ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ സമയത്ത് മാത്രമല്ലേ അവിടെ എന്തുണ്ടാവുള്ളൂ? എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾ പ്രകാരം എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് കൺവേർട്ടഡ് ടു വൺ ഫോം ഓഫ് എനർജി. ഇവിടെ അത് ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സംഗതി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളാര്? ഈ റോഡ് വെർട്ടിക്കൽ ഡയറക്ഷനിൽ നിന്ന് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്ക് വന്നു ആണല്ലോ. വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് കിടന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും കുത്തനെ വെച്ചിട്ടുള്ള റോഡാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റ് ഓയിൽ നിന്ന് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിലേക്ക് നിലവിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 r/2 ആണ്. നിലവിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? r/2 ആണ്. ഇത് ഹൊറിസോണ്ടലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള റിങ്ങിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഓൾമോസ്റ്റ് എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. ആണോ അല്ലയോ? ഈ റോഡിൻ്റെ സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് ആദ്യത്തെ കേസിൽ എത്രയായിരുന്നു? r/2 ആയിരുന്നു. എന്നാൽ റിങ് അല്ലെങ്കിൽ ഈ റോഡ് ഹൊറിസോണ്ടലായി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് അല്ലെങ്കിൽ റിങ്ങിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയായിട്ട് മാറി? 0 ആയിട്ട് മാറി. അപ്പോൾ ദർ ഈസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ചേഞ്ച് ഇൻ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ റോഡ്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ റോഡ്. ആ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mg ഇൻറ്റു എന്തെന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക? r/2. കാരണം സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്തിട്ടുള്ളത് എത്രയാണ്? r/2 എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസാണ്.
അപ്പോൾ ജി എന്ന് പറയുന്ന വെക്ടറിൽ താഴോട്ട് വന്നു. അപ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെങ്കിൽ എം ജി എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു എം ജി ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ 2. ഈ എം ജി ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ 2 ആണ് എന്തായിട്ട് മാറിയത്? ഹാഫ് എം വി സ്ക്വയർ ഓഫ് എ റിങ് പ്ലസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ പ്ലസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഇതൊരു റിങ്ങാണ്. റിങ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ പ്യുവർ റോളിംഗ് ആണ് കണ്ടീഷൻ എന്ന് പറഞ്ഞു. പ്യുവർ റോളിംഗ് ആണ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വി സ്ക്വയർ ഈക്വൽ ടു ആർ ഒമേഗ എന്ന് എനിക്ക് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ വി സ്ക്വയറിന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ആണല്ലോ വരിക. ഈ എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിങ്ങിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അല്ലേ? അപ്പോൾ ഹാഫ് ഇൻറ്റു ഐ ഇൻറ്റു ഒമേഗ സ്ക്വയർ ആണല്ലോ. ഹാഫ് ഇൻറ്റു ഐ ഇൻറ്റു ഒമേഗ സ്ക്വയർ. അപ്പോൾ ഈ ഹാഫ് എം വി സ്ക്വയറിന് എനിക്ക് പിന്നെ എഴുതിക്കൂടാ ഹാഫ് ഇൻറ്റു ഐ ഇൻറ്റു ഒമേഗ സ്ക്വയർ ഓഫ് റിങ് പ്ലസ് ഹാഫ് ഇൻറ്റു ഐ ഇൻറ്റു ഒമേഗ സ്ക്വയർ ഓഫ് റിങ് പ്ലസ് ഹാഫ് ഇൻറ്റു ഐ ഇൻറ്റു ഒമേഗ സ്ക്വയർ ഓഫ് റോഡ്. അങ്ങനെ മാറ്റി എഴുതിക്കൂടെ? ഇങ്ങനെ മാറ്റി എഴുതാം. യെസ്, ഇത്തരത്തിൽ എനിക്കതിനെന്ത് ചെയ്യാം? മാറ്റി എഴുതാം. ശരി, ഇനി ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് നമ്മൾ എഴുതി കഴിയുമ്പോൾ ഇതിനെ ഒന്നുകൂടി നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതി വയ്ക്കുമ്പോൾ എന്താ നമ്മൾ എഴുതിയത്? യെസ്, എന്താണ് നമ്മൾ എഴുതിയത്? എം ഇൻറ്റു ജി ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഐ ഒമേഗ സ്ക്വയർ ഓഫ് റിങ് പ്ലസ് ഹാഫ് ഇൻറ്റു ഐ ഒമേഗ സ്ക്വയർ ഓഫ് റിങ് പ്ലസ് ഹാഫ് ഇൻറ്റു ഐ ഇൻറ്റു ഒമേഗ സ്ക്വയർ ഓഫ് റോഡ്. മൂന്നും സെയിം ആംഗുലർ വെലോസിറ്റിയിലാണല്ലോ മൂവ് ചെയ്യുന്നത്. അതായത് റോഡ് മൂവ് ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റിയും അതേപോലെ തന്നെ റിങ് മൂവ് ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റി സെയിം ആണല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് ഹാഫ് ഐ ഒമേഗ സ്ക്വയറിന് നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു ഐ ഓഫ് റിങ് പ്ലസ് ഐ ഓഫ് റിങ് പ്ലസ് ഐ ഓഫ് റോഡ് ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്നതിൽ കൂടെ, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു ഐ നെറ്റ് ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്നതിൽ കൂടെ. ഓക്കെ, ശരി. ഇനി ഈ ഐ നെറ്റ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതായത് നെറ്റ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. റിങ്ങിൻ്റെ എത്രയാണ്? റിങ്ങിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്? എം ആർ സ്ക്വയർ. അങ്ങനെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എത്രയായിരിക്കും റിങ്ങിൻ്റെ വരിക? 2 mr സ്ക്വയർ. ഇനി റോഡിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അവിടെയാണ് ചെറിയ ട്വിസ്റ്റ് വരുന്നത്. റോഡ് എങ്ങനെയാണ്? ഒരു എൻഡ് വെച്ചിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് ആണല്ലോ. ഒരു റോഡ് ഇങ്ങനെ ഇരുന്ന റോഡ് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെയായിട്ട് മാറി, ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ വെലോസിറ്റി ഉപയോഗിച്ചിട്ട് ഇങ്ങനെയായിട്ട് മാറി ആണല്ലോ. അപ്പോൾ ഇതൊരു എൻഡിന് എബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യല്ലേ ചെയ്യണേ? റോഡ് ഒരു എൻഡിന് എബൌട്ടായിട്ട് എന്ത് ചെയ്യണേ? റൊട്ടേറ്റ് ചെയ്യല്ലേ ചെയ്യണേ? ഓക്കെ, യെസ്. അപ്പം അങ്ങനെയെങ്കിൽ ഈ ഐ ഓഫ് റോഡിന് എനിക്ക് എങ്ങനെ എഴുതാം? എം ഇൻറ്റു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതിക്കൂടെ? എം ഇൻറ്റു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3. ഓക്കെ, റോഡിൻ്റെ. ഇനിയാണ് ഒരു ട്വിസ്റ്റ് വരുന്നത്. ഈ റോഡിൻ്റെ എൻഡിൽ റിങ് വെച്ചിട്ടുണ്ടല്ലോ. ഈ റോഡിൻ്റെ എൻഡിൽ എം മാസമുള്ളൊരു റിങ് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ റോഡിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് മാത്രമല്ലല്ലോ അറ്റ് എ ടൈം തിരിയുന്നേ, അതിനോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു റിങ്ങും കൂടി തിരിയുന്നുണ്ടല്ലോ. അപ്പോൾ റോഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരെൻഡിൽ എം മാസുള്ള ഒരു വസ്തുവിനെ വെച്ചാൽ ആ സമയത്ത് ഉണ്ടാകുന്ന അതേ എഫക്റ്റ് തന്നെയല്ലേ റിങ്ങിനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുക. കാരണം റോഡ് തിരിയുന്നു, റോഡ് സിംഗിൾ സിസ്റ്റമായിട്ടല്ലല്ലോ തിരിയുന്നേ, റിങ്ങിനോടൊപ്പം ചേർന്നല്ലേ തിരിയുന്നേ. അപ്പോൾ അതിനാൽ തന്നെ റോഡിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? റിങ് എന്ന് പറയുന്ന എം മാസുള്ളൊരു വസ്തുവിനെ അതിൻ്റെ എൻഡിലേ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരിക്കും മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കിട്ടുക? ആ രീതിയിൽ ട്രീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ റിങ്ങിന് പകരം എന്ത് ചെയ്താൽ മതി? ഒരു പോയിൻ്റ് മാസിനെ അതിൻ്റെ ഒരു എൻഡിൽ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അതേ കണ്ടീഷൻ എടുത്താൽ മതി. അപ്പോൾ റോഡിൻ്റെ ഒരു എൻഡിൽ നമ്മൾ എം എന്ന് പറയുന്ന മാസ് ഫിക്സ് ചെയ്തു. അപ്പോൾ റോഡിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ നമുക്ക് കിട്ടി എം എൽ സ്ക്വയർ ഡിവൈഡ് ബൈ 3. അതിനോടൊപ്പം തന്നെ പ്ലസ് ഒരു മാസ് ഒരു എൻഡിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് എം ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എം എൽ സ്ക്വയർ അല്ലേ. അപ്പോൾ ഈക്വൽ ടു എം എൽ സ്ക്വയർ ബൈ 3 പ്ലസ് എം എൽ സ്ക്വയർ അഡീഷണൽ വന്നില്ലേ. ഇവിടെ റോഡിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റേഡിയസിനോട് ഈക്വൽ അല്ലേ. റേഡിയസിനോട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എം ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 3 പ്ലസ്
എം ആർ സ്ക്വയർ വന്നു. അപ്പോൾ എത്രയായിരിക്കും ആൻസർ വരിക? 4/3 5/3 5/3 4 തന്നെയാണ് കേട്ടോ. 4 തന്നെയാണ്. 3mr² + mr² വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരുന്നത്? 4/3 mr². റോഡിൻ്റെ അതിനോടൊപ്പം തന്നെ ഐ നെറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ടൈംസ് ഓഫ് റിങ് പ്ലസ് ഐ ഓഫ് റോഡ്. അപ്പോൾ എത്ര വരിക? 2mr² + 4/3 mr² അല്ലേ വരുന്നത്? 3 2 6 6 4 എത്ര വരുന്നത്? 10 10/3 mr². അപ്പോൾ നെറ്റ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ എത്ര വരുന്നത്? 10/3 mr². അത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. ഹാഫ് ഇൻറ്റു ഐ എത്ര വരുന്നത്? 10/3 ഇൻറ്റു 10/3 m ഇൻറ്റു r² ഇൻറ്റു ഒമേഗ സ്ക്വയർ. ഓക്കെ, ഒമേഗ സ്ക്വയർ. ഓക്കെ, ഈ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ V = r ഒമേഗ എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഹാഫ് ഇൻറ്റു 10/3 ഇൻറ്റു എം ഇൻറ്റു എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാം? എം ഇൻറ്റു എന്തെന്ന് പറയാം? r ഒമേഗ² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V² എന്ന് എഴുതിക്കൂടെ? ഇനി ഇപ്പുറത്തെ സൈഡിൽ mg × r/2 കിടക്കുന്നു. എമ്മും ക്യാൻസൽ ചെയ്ത് പോയി. യെസ്, 2ഉം ക്യാൻസൽ ചെയ്ത് പോയി. ഇനി ബാക്കി എത്രയുള്ളത്? 3g r/10 = v². അഥവാ v = √3g/r/10. വെലോസിറ്റി എത്രയായിരിക്കും വരിക? v = √3gr/10. ആ ഓപ്ഷൻ ഏതിലാണ് വരുന്നത്? ഡി ആണ് ഓപ്ഷൻ വരിക. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എത്രയായിരിക്കും വരിക? √3/10r. ഇനി ഈ പ്രോബ്ലത്തിൻ്റെ മെത്തേഡ് മനസ്സിലാക്കാത്തവർക്ക് ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് റിങ് റോഡ് സിസ്റ്റം. ഈ റിങ് റോഡ് സിസ്റ്റം ഹൊറിസോണ്ടലായി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? റിങ് ഫോർവേഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തു, അല്ലെങ്കിൽ വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്തു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്തു? റോഡും റിങ്ങും അടങ്ങുന്ന സിസ്റ്റം എന്ത് ചെയ്തു? ഒരു നിശ്ചിത ആംഗിളിൽ ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്തു. അത് റൊട്ടേറ്റ് ചെയ്യാൻ കാരണക്കാരനാരാ? ഈ റോഡിൻ്റെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ആ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, റിങ്ങിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ mg × r/2 എന്ന് പറഞ്ഞ് കിട്ടും. ആ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്തിനു വേണ്ടി ഉപയോഗിച്ചു? റിങ്ങിൻ്റെ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പ്ലസ് റിങ്ങിൻ്റെ റൊട്ടേഷണൽ എനർജി പ്ലസ് റോഡിൻ്റെ റൊട്ടേഷണൽ എനർജി. റിങ് ആയതുകൊണ്ട് തന്നെ I ω² ½ mv² സെയിം ആയിരിക്കും. അപ്പോൾ ഇതിനെ 2 × ½ I ω² എന്ന് എഴുതാം. അതോടൊപ്പം തന്നെ ½ × I ω² ഓഫ് റോഡ് അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഇനി റോഡിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്? റോഡും റിങ്ങും കൂടിയിട്ടുള്ളൊരു സിസ്റ്റമാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ റോഡിൻ്റെ ml²/3 എടുത്താൽ മാത്രം പോരാ. ആ റോഡിൻ്റെ അറ്റത്ത് റിങ് അറ്റാച്ച് ചെയ്യുമ്പോൾ റോഡിന് എന്താ എഫക്റ്റ് ആണോ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എം മാസുള്ളൊരു റിങ് ഒരു റോഡിൻ്റെ എൻഡിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ എം മാസുള്ള ഒരു പോയിൻ്റ് മാസ് അതിൻ്റെ ഒരെൻഡിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനാൽ തന്നെ ml²/3 കൂടെ പ്ലസ് എന്തെന്ന് പറഞ്ഞിട്ട് കൂട്ടണം? ml² കൂടി കൂട്ടണം. ഇവിടെ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 ആയിരിക്കും. അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൽ റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നെറ്റ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര എന്ന് പറഞ്ഞിട്ട് കിട്ടും? 10/3 mr² കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് v = ω²r² എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈനലി നമുക്ക് ആൻസർ എത്ര എന്ന് പറഞ്ഞിട്ട് കിട്ടും? √3gr/10 കിട്ടും. ഓക്കെ.